അവിടെ നിന്ന് വരുന്നില്ലേ? ഓക്കെ, നമസ്കാരം. 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 ഞാൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. പറയൂ, കേൾക്കാം കേൾക്കാം. ഞാൻ പെരുമ്പാവൂരാണുള്ളത്. ആ ആ ഞാൻ മതം വിട്ട ഒരാളാണ്. ഞാൻ താങ്കൾ കേട്ടു, നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ. അതെ അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പ്രോഗ്രാം. എനിക്ക് കാരണം നമ്മൾ കുറെ കാലം നമ്മളൊക്കെ ഒരേ വഞ്ചിയുടെ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലേന്നേ ഉള്ളൂ. ഞാൻ പെരുമ്പാവൂർ വരുന്ന സമയത്തൊക്കെ ആ പ്രൊഡക്ഷനിലൊക്കെ പല സ്ഥലത്തും അവിടെ ഇവിടെ ആയിട്ട് വന്നു പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പെരുമ്പാവൂര് 4 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്നു പോയിട്ടുണ്ട്. പക്ഷെ സാറിന്റെ പടത്തിൽ എനിക്ക് ഞാൻ 700 പടങ്ങൾ ഡബ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ സാറിന്റെ പടത്തിൽ ചെയ്യാൻ പറ്റില്ല. നമ്മള് സിനിമ പിന്നെ ഞാനിതിലൊന്നും അങ്ങനെ ഇടപെടുന്ന ആളല്ല. മിക്കവാറും പ്രൊഡക്ഷൻ മാനേജരും ബാക്കിയുള്ള ആൾക്കാരുമാണ്. പിന്നെ പരിചയപ്പെട്ട വിളിക്കൂട്ടോ, അത് വേറെ കാര്യം. എനിക്കറിയാം, അതെല്ലാം എനിക്കറിയാം. അപ്പൊ ഞാൻ എന്തായാലും ഞാനിപ്പോ പെരുമ്പാവൂര് കണ്ടന്തറ മുടിക്കല് ഭാഗത്ത് ആണ് ഞാൻ താമസിച്ചിരുന്നത്. ഞാന് പെരുമ്പാവൂർ എന്ന് പറയുമ്പോ തന്നെ എനിക്ക് പേടിയാണ്. കാരണം ഞാൻ പെരുമ്പാവൂർ ആദ്യം വരുമ്പോ ചില ഭാഗത്തൊന്നും കേബിൾ TV പോലും അനുവദിക്കില്ലായിരുന്നു. അതെ അതെ അതെ, വലിയ പ്രശ്നമായിരുന്നു. കേബിൾ TV ഇല്ലാതെ ആൾക്കാർ ജീവിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അവിടെ. അത്രയും യാഥാർത്ഥ്യം. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഈ നിലനിന്ന് പോകുന്നത് എന്ന് എനിക്ക് ഭയമായിരുന്നു. ആ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ സംഭവം എനിക്ക് വർഷങ്ങളായിട്ട് ഞാനൊരു ഹാഫിളായിരുന്നു. ഖുർആൻ കാണാതെ പഠിച്ച ആളാണ്. എനിക്കെന്നെ ഒരു കൂടപ്പിറപ്പുള്ള ഒരു ജ്യേഷ്ഠനാണ് എന്റെ മൂത്തയാള്. അത് ബാദുഷാ ബാക്കവിയാണ്. ടോപ്പ് ലെവലിലുള്ള ആൾക്കാരാ. ഭയങ്കര സംഭവമാണ്. അർഷിന്റെ തൊട്ട് താഴെ ഇരിക്കേണ്ട ആളുകളാണ്. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വലിയ ഇസ്ലാമിക കുടുംബമാണ് എന്റെ. അപ്പൊ ഇപ്പൊ ഇന്നലെ വിളിച്ച കോളിൽ പോലും ഇത് അവർക്കൊന്നും ഇപ്പോഴും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് പറ്റില്ല. കാരണം ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ എന്റെ ചിന്ത തലതിരിഞ്ഞു പോയതാണ്. തുടക്കം നിങ്ങൾ അതേപോലെ തന്നെയാണ്. മദ്രസ ഉസ്താദുമാരുടെ പീഡനത്തിലാണ് നമ്മൾ ആദ്യം ഈ മതത്തെ വെറുത്തത്. നമുക്ക് ഗുരുക്കന്മാരായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഇതേ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതേ അനുഭവം ഉണ്ടായപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഈ മദ്രസയെ വെറുക്കുന്നതും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ പടച്ചോൻ എന്തോന്ന് പടച്ചോനാന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു. നമുക്ക് അന്ന് ചോദിക്കുന്നുണ്ട്, അതായത് എല്ലാം പടച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു മഹാരാജാവ്, എല്ലാ അധികാരമുള്ള, വെട്ടാൻ അധികാരമുള്ള, തല വെട്ടാൻ അധികാരമുള്ള, മനുഷ്യനെ കത്തിക്കാൻ അധികാരമുള്ള, എല്ലാം നിയന്ത്രിക്കാൻ ഇതുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അതില്ല. കാരണം ഈ മതത്തിന്റെ ചട്ടക്കൂട്, മതം എന്ന് പറയുന്നത് നമുക്ക് ഈ ആധുനിക വേണമെങ്കിൽ ക്രിസ്തു മതം മുതൽ പിന്നെ വേണമെങ്കിൽ ജൈന ബുദ്ധ വേണമെങ്കിൽ പറയാം മതം എന്നുള്ള രീതിയിൽ ഉത്ഭവിച്ചത്. പിന്നെ ക്രിസ്തു മതവും ഈ പറയുന്ന ഇസ്ലാം മതവുമാണ്. ഈ മതങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവരെ ഹനിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം ആധുനിക. ഞങ്ങൾ പറയുന്നത് വിശ്വസിച്ചോണം, ഇല്ലെങ്കിൽ നിങ്ങൾ മരണത്തിന് കീഴടങ്ങിക്കോണം. അതില്ലാത്തൊരൊറ്റ സ്ഥലം നമ്മളെ ഭാരതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവന്റെ ഇഷ്ടത്തിൽ പൂച്ചക്കുട്ടിയെ ദൈവമാക്കിയാലും കുഴപ്പമില്ല, ആരെ ദൈവമാക്കിയാലും കുഴപ്പമില്ല. അവന്റെ സൗകര്യത്തിന് വേണ്ടി അവന്റെ ധർമ്മത്തിൽ അല്ലെങ്കിൽ അവൻ ജനിച്ചു വീണ ആരും ഏറ്റവും സ്വതന്ത്രമായിട്ട് നടക്കാവുന്ന ഒരവസ്ഥ ഭാരതത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഒരു നിർബന്ധവും ഇല്ല. അമ്പലത്തിൽ പോകണമെന്നില്ല, തലകുത്തി മറിയണമെന്നില്ല, ഒരു നിർബന്ധവും ഇല്ലാത്ത സമൂഹമാണ് നമ്മുടെ. അങ്ങനെ ഉണ്ടായിരുന്ന ഭാരതത്തിലാണ് ഈ പറയുന്ന അതിന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, കൈകൂപ്പി നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചതാണ് നമ്മുടെ എല്ലാ മതങ്ങളെയും. മുസ്ലിമിനെ ആണെങ്കിലും ശരി, ക്രിസ്ത്യാനിയാണെങ്കിലും ശരി, നമസ്തേ പറഞ്ഞ് സ്വീകരിച്ചതാണ്. പക്ഷെ ഈ ഇസ്ലാമിന് മാത്രം ഒരു കുഴപ്പമുണ്ട്. എന്താണ്? ഇടം കൊടുത്തതിന്, ഈ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ഏത് രാജ്യത്ത് ഇസ്ലാമിന് ഇടം കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. അവസാനം ആ ഇസ്ലാമിന് ആ രാജ്യത്തെ ഇങ്ങോട്ട് കൂട്ടുള്ളൂ. അത് ഒന്ന് പറഞ്ഞോട്ടെ.
അത് അത് ഒരു പഞ്ചായത്ത് എടുത്തുന്നിരിക്കട്ടെ. ഒരു പഞ്ചായത്ത്. ഹലോ. ഒരു പഞ്ചായത്ത് എടുക്കുമ്പോ ആ പഞ്ചായത്തിൽ ഇപ്പൊ ഞാനിപ്പോ മാറി താമസിക്കുന്ന പറഞ്ഞാൽ തൊട്ടിപ്പുറ തന്നെ. ഇവിടെ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല ഇപ്പൊ തൽക്കാലം. അതായത് 606, അതായത് മേദലക്കല്ലിൽ ഗുഹാക്ഷേത്രം എന്ന് കേട്ടിട്ടില്ലേ സാറ്? അതിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോ പെരുമ്പാവൂര് കണ്ടന്തറ മുടിക്കൽ ഭാഗത്തായിരുന്നു എന്റെ വീടും ഇതൊക്കെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ആണ് ഇപ്പൊ താമസിക്കുന്നത്. ഇവിടെ ഒരു മുസ്ലിം പോലും ഇല്ല, ഒറ്റ കാക്കാമാരും ഇല്ല. അപ്പോ ഇപ്പൊ ഞാനിവിടെ വന്ന് താമസം തുടങ്ങിയപ്പോൾ പെരുമ്പാവൂരാണ് എന്റെ ജോലിയും കാര്യങ്ങളും. പെരുമ്പാവൂർ ടൗൺ പെരുമ്പാവൂരാണ്. അപ്പൊ അവിടെ ബന്ധപ്പെട്ട് പോകുമ്പോൾ എന്റെ സുഹൃത്തുക്കളെല്ലാരും പലരും പറയാറുണ്ട്, എടാ അവിടെ നീ എന്താ അവിടെ പോയി താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എടാ അവിടെ നമ്മുടെ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, നമ്മുടെ ആൾക്കാർ മീൻസ് എന്താണ് ഉദ്ദേശിച്ചത്? അല്ലടാ അവിടെ പള്ളിയുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയല്ല നോക്കിയത്, അവിടെ വെള്ളമുണ്ടോ, വൈദ്യുതി ഉണ്ടോ, ഹോസ്പിറ്റലുണ്ടോ, പഠിക്കാൻ സൗകര്യങ്ങളുണ്ടോ, യാത്രാ സൗകര്യങ്ങളുണ്ടോ, മനുഷ്യരായ ജീവികൾ എന്തെങ്കിലും അടുത്തൊക്കെ ഉണ്ടോ, അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, അടിമുടി എന്നെ ഇങ്ങനെ നോക്കും. ഇതൊക്കെ അതായത് പേര് അൻവർ എന്ന ആയതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തെ അവർക്ക് അത്ഭുതമാണത്. അവർക്ക് അങ്ങനെ അതായത് നമുക്ക് ഇതിന്റെ ഈ ശരിക്കുള്ള പഠനത്തില് ഈ ഹിജറ എന്നൊരു വാക്ക് തന്നെ പറഞ്ഞത് ഹിന്ദുക്കളുടെ ഇടയിൽ ജീവിക്കാതെ മാറിക്കൊണ്ടു. അതായത് മറ്റു മതസ്ഥരുടെ ഇടയിൽ ജീവിക്കാതെ മാറുന്നതിനാണ് ഹിജറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കുഫറിന്റെ വെളിച്ചം കിട്ടാതിരിക്കാൻ അല്ലേ? കുഫറിന്റെ വെളിച്ചം കുഫറിന്റെ ശ്വാസം പോലും. അതായത് ഒരു കുഫർ വലിച്ചു വിട്ട ശ്വാസം തന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പറച്ചു സൂക്ഷിച്ചാലോ. പിന്നെ അങ്ങനെ അഥവാ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരാളെത്തും, അയാൾ വലിച്ച് 4 വരെ വെക്കും. 1 വർഷം കൊണ്ട് അവിടെ മുഴുവൻ അവിടെ സ്ഥാപനം ഉണ്ടാവും. പള്ളി വരിക എന്നുള്ളതാണ് ഏറ്റവും. അതിന്റെ ബാക്കി പറയാം. അത് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇപ്പോ കുറച്ച് ഫണ്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, കണ്ടന്തറ മുടിക്കൽ അതൊക്കെ. അതിനകത്ത് ചില ആളുകൾ എന്നോട് ചോദിച്ചു, അൻവറെ അവിടെ കുറെ സ്ഥലം കിടപ്പുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ആരും ഇല്ലാത്ത കുറച്ച് ആൾക്കാർക്കൊക്കെ അവിടെ വീട് പണിയാനുള്ള സ്ഥലം നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്താലോ? ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്. അപ്പൊ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. അൻവർ നമ്മുടെ അവിടെയാണ് നമ്മുടെ ആൾക്കാരൊരു ലിസ്റ്റ് ഉണ്ടാക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വിളിക്കാട്ടോ, നോക്കിയിട്ട് വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് 606 വന്നിട്ട് എന്ത് പറഞ്ഞെന്നറിയാവോ എന്റെ സുഹൃത്തുക്കളോട്? എന്റെ പൊന്നടാവേ, ഞാൻ ആമിനത്താത്ര വോയിസിൽ പറയട്ടെ, എന്റെ പൊന്നു മക്കളെ, പഠിച്ചോരോർത്ത് ഇങ്ങോട്ട് കൊണ്ടില്ലേട്ടോ അതുങ്ങളെയൊക്കെ. ഇവിടെ സമാധാനമായിട്ട് ഇപ്പൊ വൈകുന്നേരം വന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പഠിച്ചോനോർത്ത് അതുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടല്ലേ മോനെ എന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തൊട്ടടുത്തൊരു തയ്ക്കാവ് ഉണ്ടാക്കും. അപ്പൊ എനിക്ക് വലിയ സാമ്പത്തിക സഹായമൊക്കെ കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ അപ്പോ സാമ്പത്തിക സഹായം കിട്ടുകയും ചെയ്യും. അവര് വലിയ താമസമില്ലാതെ ഇവിടെ ഒരു പള്ളി ചെറിയൊരു തയ്ക്കാവ് ഉണ്ടാക്കും. ആദ്യം തയ്ക്കാവല്ല, ഒരു മൗലൂദ് പോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് എന്റെ വീട്ടിൽ നടത്തുമായിരിക്കും. അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് പിന്നെ ഇതിനു വേണ്ടി ചിലപ്പോ ഒരു തയ്ക്കാവ് പോലെ അല്ലെങ്കിൽ മുറി പോലെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്നു പോയി അങ്ങനെ അങ്ങ് തുടങ്ങും. അപ്പൊ ഞാൻ മാത്രം പിന്നെ അങ്ങനെ ഒരു അതേടാ അൻവറെ അവിടെ ഒരു വയ്യാത്തൊരു സംഭവം ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന നമ്മള് വയ്യായിക വന്നു കഴിഞ്ഞാല് ആണും പെണ്ണും മതവും ജാതിയും ഭാഷയും ഒന്നും നോക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കലാകാരന്മാർ. അപ്പൊ ഞാൻ കൊടുത്തു കഴിയുമ്പോ പിന്നെ തയ്ക്കാവ് വന്നു. 10 എന്നുള്ളത് 20 ആയി കഴിഞ്ഞാൽ കഥ മാറി. തീർച്ചയായിട്ടും അത് ഇപ്പൊ ഞാൻ പറഞ്ഞാ ഇപ്പൊ ഇതൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ വരുമ്പം വലിയ കൂടുതൽ പള്ളിയൊന്നുമില്ല, ഒരു പള്ളിയുണ്ട്, കുഞ്ഞി പള്ളിയുള്ളൂ. അത് കഴിഞ്ഞിപ്പം ഒരു മുജാഹിദ് പള്ളിയും വന്നിട്ടുണ്ട്, ഒരു സലഫി പള്ളിയും വന്നിട്ടുണ്ട്. 2 ഈ 3 പള്ളിയും ഒരു 100 മീറ്ററിന്റെ അകത്താണ് 3 പള്ളി. ഈ 3 പള്ളിയും എത്ര ഒച്ച ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉച്ചത്തിലാണ്. ഞാൻ 500 മീറ്റർ അകലെയാണ് താമസിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ബാങ്ക് വിളിക്കുന്നത്. അല്ല, ഇപ്പോഴും ആ പള്ളിയുടെ ആ ഭാഗത്താണോ സാർ താമസിക്കുന്നത്? അതെ. എനിക്കാണെങ്കിൽ 6 പട്ടികളുണ്ട്. അവരും ബാങ്ക് കൊടുക്കും. 5 നേരം അവരും ബാങ്ക് കൊടുക്കും.
പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ 5 പട്ടികളും 6 പട്ടികളും അവരും ബാങ്ക് കൊടുക്കും. ഒരു നല്ല സുഖകരമായ അവസ്ഥയാണത്. അപ്പൊ ഈ നമ്മുടെ കാരണം അവനവന്റെ വിശ്വാസം മറ്റുള്ളവരെ എത്ര ഹനിക്കുന്നുണ്ട്, മറ്റുള്ളവരെ എത്ര ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നൊരു ചിന്ത പോലുമില്ല. ഇവിടെ ഞാൻ അടുത്ത കാലത്ത് ഈ സലഫി പള്ളിയുടെ അടുത്ത് ഇവിടെ നമ്മുടെ സുഹൃത്തിന്റെ പള്ളിയുടെ അടുത്താണ്. അയാൾ ഹാർട്ട് പേഷ്യന്റ് ആണ്. ആ ഹാർട്ട് പേഷ്യന്റ് അയാൾക്ക് ഇത് ശബ്ദം ശല്യമായിട്ട് കോടതി പോയപ്പോ മറ്റേ പോലീസുകാർ പറഞ്ഞെന്ന് അറിയുമോ, നിങ്ങൾ 2 പഞ്ഞി അങ്ങ് ചെവിയിലേക്ക് വെച്ചേക്കാൻ. ആലോചിച്ച് നോക്കൂ. ശരിക്കും സുപ്രീം കോടതി വിധിയുള്ളതാണ്. dB കൂടുതൽ ഈ ബോക്സ് ഉപയോഗിക്കാനേ പാടുള്ളൂ, കോളാമ്പി ഉപയോഗിക്കാൻ പാടില്ല. ആരിഫ് ജി ഇതിനെതിരെ ഒരു ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ട്. ആരിഫ് ജി ഒരു പോലീസുകാരനെ വിളിക്കുക, അത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതെ, ഇത് എല്ലായിടത്തും പറയുന്ന ആൻസർ ഇത് ഒന്ന് തന്നെയാണ്. ഇതിപ്പോ കോടതിയിൽ പോയാലും സുപ്രീം കോടതി നടപ്പിലാക്കാൻ പറഞ്ഞ വിധി പോലും ഇവിടെ നടക്കാൻ പറ്റില്ല. കാരണം എന്താ, പിറ്റേന്ന് ലീഗ് ഇളകും, പിറ്റേന്ന് മറ്റേ സുഡാപ്പികൾ ഇളകും. അതെ അതെ, അവരെ ഭയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർ ജീവിക്കണം. അത് വല്ലാത്തൊരവസ്ഥയാണത്. തീർച്ചയായും തീർച്ചയായും. ഇത് ലോകത്ത് മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലോകത്ത് മുഴുവൻ. എന്നാൽ അമ്പലത്തിലൊരു പാട്ട് വയ്ക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ വരും. അമ്പലത്തിൽ ഇന്നാള് കണ്ടില്ലേ, വയലിൻ കുട്ടി അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ 9 മണി പറഞ്ഞാൽ ആ 9 മണിക്ക് ഫീസ് വരും. ഈ അമ്പലത്തിലെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാന് ഓൾറെഡി മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. കൊച്ചിന്റെ സീലൂടെ ഒക്കെ വന്ന് അബീക്കയുടെ കൂടെ ഒക്കെ വന്ന് അങ്ങനെ വന്ന് പിന്നെ ഷമിച്ചന്റെ കൂടെ വന്ന് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ. അപ്പൊ ഈ മിമിക്രി കളി, അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. കാരണം അന്ന് 2-3 പ്രോഗ്രാമൊക്കെയാണ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ. അപ്പൊ എനിക്ക് ആ ക്ഷേത്ര പശ്ചാത്തലം, കാരണം അവിടുന്ന് പ്രോഗ്രാമിന് പോകുന്നു, അവരുടെ ഇതെല്ലാം ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്, പൈസയും കിട്ടും. വർക്ക്, അതായത് പ്രോഗ്രാം കഴിയുമ്പോൾ പൈസയും കിട്ടും. അന്നൊക്കെ വലിയ ആരാധനയാണ്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അന്ന് മിക്സ് ഗാനമേള ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് ഞാൻ ക്ഷേത്രങ്ങളിൽ നിന്നാണ്. ഇതേ അവസ്ഥയാണ് എന്റെ ജീവിതത്തിലും. കാരണം അറിയാം, ഞാൻ നാടകനായിരുന്നു. എനിക്കറിയാം. കോളേജ് പഠിക്കുമ്പോ അപ്പൊ ഞാൻ ബാലയിൽ അഭിനയിച്ചിട്ടുണ്ട്. അമ്പലപ്പറമ്പില് ഇതേപോലെ ഒരു 1-2 അവർ മിമിക്രി, മോണാക്ട്, ഡാൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം വെച്ചിട്ട് അവിടെ നിന്ന് ഈ അമ്പലത്തിന് കിട്ടിയ പണം കൊണ്ടാണ് എന്റെ വിദ്യാഭ്യാസം, എന്റെ വസ്ത്രങ്ങൾ ഒക്കെ ഞാൻ ഈ കോളേജിന്റെ സമയത്ത് ഫീസ് പോലും, കോളേജിൽ അടക്കേണ്ട ഫീസ് പോലും ഞാൻ ഈ ക്ഷേത്രത്തിൽ നിന്ന്. ഈ ക്ഷേത്രത്തിന് അത് മാത്രമല്ല, അന്നത്തെ ഇതുപോലെയല്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില അമ്പലത്തിൽ മുസ്ലിങ്ങൾക്ക് കയറാൻ പാടില്ലാത്ത അമ്പലമുണ്ട്. അവിടെ എനിക്കിന്റെ പേര് ബാബു മീനങ്ങാടി എന്ന് പറയുന്ന. എല്ലാവർക്കും അറിയാം ഈ ക്ഷേത്രത്തിലെ ഭാരവാഹി. അപ്പൊ അവര് പറയും, എന്നാലും അലി അക്ബറിന് അമ്പലത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ, അത് വേണ്ട. എന്നിട്ട് ഈ നാടകം കഴിഞ്ഞ് അവര് അവിടുത്തെ ഭക്ഷണം അവരുടെ വീട്ടിൽ പോലെ കൊണ്ടുപോയിട്ടാണ് എനിക്ക് ഭക്ഷണം തരിക. ഒരു അപരിചിത്വം തോന്നിയിട്ടില്ല, ഒരു ശത്രുതയും തോന്നിയിട്ടില്ല. ഞാൻ ക്ഷേത്രങ്ങളെ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടോ. നാടകം കളിച്ച് അവിടെ നിന്ന് ആ ക്ഷേത്രത്തിന്റെ മഞ്ഞളും അവിടുത്തെ സുഗന്ധവും ഇതൊക്കെ അറിഞ്ഞാണ് ഞാൻ ക്ഷേത്രത്തെ ഇഷ്ടപ്പെട്ടത്. കാരണം അവിടെ സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും പോവാ, ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മളിപ്പോ ബാലയെ കളിക്കുമ്പോൾ നേരം വെളുക്കുമല്ലോ തീരുമ്പോ 4 മണി, ആ 4 മണി വരെ നമ്മളെ അവര് കെയർ ചെയ്ത് കട്ടൻ കാപ്പി കൊണ്ട് തന്ന് അങ്ങനെ ഒരു ലൈഫാണല്ലോ നമുക്കുള്ളത്. അത് ഈ കലാകാരന്മാർക്കൊക്കെ സ്റ്റേജ് പ്രോഗ്രാം കിട്ടിയേക്കുന്ന ഒരു സംഭവം. കറക്റ്റ്. ഞാൻ നേരെ ബാക്കിൽ ഒരുപാട് വർഷങ്ങൾ ബാക്കിലേക്ക് പോയി. ഞാൻ നല്ല അത് വല്ലാത്ത. ഞാന് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് അന്ന് തമിഴ്നാട്ടിൽ പോയ രസമല്ലേ. ഞാൻ മീനങ്ങാടിയാണല്ലോ, അപ്പൊ അതിന് തൊട്ടടുത്താണ് തമിഴ് ബോർഡർ വരുന്നത്. ഞാൻ അമ്പലവരി കഴിഞ്ഞാൽ പിന്നെ ഈ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് തമിഴ്നാടായി. അപ്പൊ തമിഴ്നാട്ടിലെ നാടകങ്ങൾ ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടനെ അവർ ചെയ്യും കുറെ നോട്ട് മാലയാക്കിയിട്ട് അങ്ങനെയുള്ളൊരു അതൊക്കെ ഒരു നമുക്ക് മറക്കാൻ പറ്റാത്ത ഫീലിംഗ് ആണുള്ളത്. അതെ 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 അതെ. പിന്നെ കുറെ ആളുകളുണ്ടല്ലോ, ഇപ്പൊ നമ്മള് 2 പേരും കലാകാരന്മാരാണ്.
അപ്പൊ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് ഇവിടെ അതിനകത്ത് കാണുന്നുണ്ട്. അവർക്ക് ഞാനിപ്പോ ഈ റമദാൻ മാസത്തിൽ ഞാനൊരു പാട്ട് എഴുതിയായിരുന്നു നോമ്പിന്. അത് ഈ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഇതിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്, കോപ്പിറൈറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷെ അത് ആരിജി അത് സ്പീഡൊക്കെ കൂട്ടിയിട്ടിരുന്നു. ജസ്റ്റ് അതിന്റെ ആ ഒരു 4 വരി പാടാൻ അനുവാദം ഉണ്ടോ? ഓ തീർച്ചയായിട്ടും കേൾക്കാലോ. അത് മറ്റേ ഈ കായലരികത്ത് വളരെഞ്ഞപ്പോ അതാണ് ട്യൂൺ. അത് പാടുന്നത് ആമിന താത്തയാണ്. പാടട്ടെ? നോമ്പിനെ കുറിച്ചുള്ള സംഭവങ്ങൾ അത് സംസാരിച്ചിട്ടുണ്ടെന്നാലും ഞാൻ പറയാം. റോഡിന്റെ അരികത്ത് മുസല്ല പിരിച്ചിട്ട് നിക്കരിക്കണ കൂട്ടരേ. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുവോ സാർ? എന്തെങ്കിലും ഒന്ന് പറയൂ, ഞാനതൊന്ന് എടുത്തോട്ടെ. കാരണം ഫീഡല്ല അത്. ഞാന് അബീക്കാടെ കൂടെയൊക്കെ ഉണ്ടല്ലോ, അബീക്കാടെ കൂടെ അതായത് ഞാനതാണ്ട് 100-ൽ കൂടുതൽ ഓഡിയോ കാസറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്തെല്ലാം പാരഡി, എന്റെ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യമാണ് എന്റെ. അമ്പലപ്പുഴ ഇരുന്ന് ഞാൻ ഒരുപാട് ആക്ഷേപഹാസ്യങ്ങളും. അജ്മല് അതൊന്നും എടുത്ത് ഇവിടെ പാട്ടൊന്നും എടുത്ത്. ഇവിടെ ഒരു കൊച്ചു എക്സ് മുസ്ലിം ഉണ്ട് കേട്ടോ, ഒരു ഹായ് പറഞ്ഞേ സാറിന്. ഹായ് പറഞ്ഞേ, സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. പറഞ്ഞേ ഹായ്. അതൊന്നും ഞാനിവിടെ എനിക്ക് സ്ട്രീംയാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, എനിക്ക് പണം കൊടുക്കണ്ടേ. ഞാനിപ്പോ ഒരു തട്ടിപ്പ് പണം കൊടുക്കാത്ത ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് പണിയെടുക്കുന്നത്. പറയൂ. അപ്പൊ അതുകൊണ്ടാണ് അത് നമുക്ക് വീഡിയോ നോട്ടെ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് സെറ്റ് ചെയ്യും. കാരണം യൂട്യൂബിൽ നിന്ന് അങ്ങനെ വരുമാനമുള്ള ആളല്ല ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാനും യൂട്യൂബിന്റെ വരുമാനമല്ല. ഞാൻ പഠിച്ചത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഞാനത് പറയാതെ മിണ്ടാതിരിക്കുക എന്നുള്ളത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് അജ്മലിനെ മദ്രസയിലൊന്നും വിടാതിരുന്നത്. കാരണം ഞാൻ പഠിച്ചതാണത്. ഞാൻ പഠിച്ചിട്ട് എന്റെ അനുഭവങ്ങൾ അത് കേട്ടിരുന്നല്ലോ അല്ലേ ആരിഫിജിനോട് പറഞ്ഞത്? ഞാൻ കേട്ടു, മുഴുവൻ കേട്ടു. ഞാനത് മുഴുവൻ പ്രോഗ്രാം ഞാൻ കണ്ടതാണ്. അന്ന് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഒക്കെ വന്ന കാരണം എനിക്ക് നിങ്ങൾക്കുള്ളൊരു ഭാഗ്യം എന്ന് വെച്ചാല് കുടുംബം നമ്മളോട് നിന്നു എന്നുള്ളതാണ്. ഭാര്യ മക്കള് നമ്മുടെ കൂടെ നിന്നു. തീർച്ചയായും അത് വലിയ ഭാഗ്യമാണ്. മറ്റേ ഇപ്പൊ ആരിഫിനോ അല്ലെങ്കിൽ അവർക്കൊന്നും അങ്ങനൊരു ഭാഗ്യം കിട്ടിയില്ല. ലിയാക്കത്തിന്റെ ഭാര്യ കുഴപ്പമില്ല, പക്ഷെ ആരിഫിനെ സംബന്ധിച്ചോളം അങ്ങനെ ഇത് കിട്ടിയില്ല. നമുക്കൊക്കെ ഉള്ള ഭാഗ്യം, ഞാന്, എന്റെ ഭാര്യ, എന്റെ മക്കള്, അവരൊക്കെ ഇതിനോട് അനുകൂലിച്ചുകൊണ്ടാ പോകുന്നത്. പിന്നെ എനിക്കൊരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെറുപ്പം മുതൽ എന്റെ ഉമ്മയോട് ഈ ധർമ്മത്തെ കുറിച്ച് ഞാൻ അന്ന് മുതൽ പഠിക്കുന്ന ആളായതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മതവിഭാഗവും, അതുപോലെ എന്താണ് ഹിന്ദുയിസം, എന്താണ് ഇസ്ലാമിസം, എന്താണ് ക്രിസ്ത്യാനിറ്റി, ഇതൊക്കെ അറിയുന്ന ഒരാളായതുകൊണ്ട് ഇത് ഉമ്മയോട് സംസാരിച്ചിട്ട് അവസാനം ഉമ്മയ്ക്ക് ആകെ കൂടി ഉണ്ടായിരുന്നത് മരിക്കാൻ നേരത്ത് ആരാണ് ഇത് ചൊല്ലിക്കൊടുക്കുക, കരിമ ചൊല്ലിക്കൊടുക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഉമ്മ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോഴാണ് പിന്നെ എന്റെ വൈഫിനെ ലൂസി എന്ന് ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ വീട്ടിൽ വന്നപ്പോഴും അവിടെ ഏറ്റവും ഇഷ്ടമാണ്. പക്ഷെ ആകെ കൂടി ഉള്ളത് ഈ ലൂസി എന്നുള്ള പേരൊന്ന് മാറ്റി സൈനബാന്നോ സൂറാന്നോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരുന്നില്ല. പിന്നെ എന്റെ മോൾക്ക് അശ്വതി വരുമ്പോ അത് വിളിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു അശ്വതി. പക്ഷെ അവസാനം ഉമ്മ അതിനോടൊക്കെ സമരസപ്പെട്ട് പിന്നെ ഒരു ദിവസം ഞാൻ ഭയങ്കര പണി ചെയ്തു. എന്റെ അമ്മായിയമ്മ ഈ ചട്ടയിൽ മുണ്ട് ഉടുക്കുന്ന ആളാ. എന്റെ അമ്മായിയമ്മേനെ ഞാൻ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു, എന്റെ ഉമ്മേനെ ഞാൻ എറണാകുളത്ത് കൊണ്ടുവന്നു. എന്നിട്ട് 2 പേരും ഒരുമിച്ചങ്ങ് നടത്തി. ഇത് ചട്ടയും മുണ്ടും മലബാറി ഈ ഉമ്മന്റെ കുപ്പായും തട്ടവിട്ട ഉമ്മാനെയും കൊണ്ട് എറണാകുളത്ത് കൂടെ അങ്ങ് നടത്തി. അത് കഴിഞ്ഞ് ഒരു ദിവസം അവരെ ഒരു റൂമിൽ താമസിപ്പിച്ചു. അത് വലിയ അനുഭവമാണ്. അവര് വലിയ രോഗിയായി. അവര് കുറച്ച് സമയം കൊണ്ട് കാരണം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, അത്രയേ ഉള്ളൂ. ഈ യാഥാർത്ഥിക ആയിരുന്ന എന്റെ ഉമ്മേനെ കൊണ്ടുപോയി എന്റെ അമ്മായിയമ്മയും പരിചയപ്പെടുത്തി. അപ്പൊ ഞങ്ങള് എന്റെ വീട്ടില് എന്റെ ക്രിസ്ത്യൻ ഫാമിലിയിൽ ഞാൻ പ്രിയപ്പെട്ടവനാണ്. അപ്പൊ അവർക്ക് യാതൊരു ഇതുമില്ല. കാരണം അത്രയും ഫോർവേഡ് ആയിട്ടില്ല. എന്റെ അമ്മായും അച്ഛനൊക്കെ മരിച്ചുപോയി. അദ്ദേഹം അവസാന നിമിഷം ഒരു അയ്യങ്കൂർ എന്നല്ലാതെ മറ്റൊരു പേര് ഉണ്ടാക്കാനോ മതം മാറ്റാനോ വന്നിട്ടില്ല.
പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ ഇതെന്റെ മരുമകനാണ് അലി അക്ബർ എന്ന് ഉറക്കെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ മതം, എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഈ എല്ലാ മതങ്ങളുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു. അതിൽ വെറുപ്പ് എന്ന് പറയുന്നത് എന്നെ പിന്തുടർന്ന് എന്നെ തെറി പറഞ്ഞ് ഇപ്പോഴും എന്റെ ഫേസ്ബുക്ക് എടുത്താൽ ഈ പറയുന്ന മുഹമ്മദും അഹമ്മദും കബീറും വന്നിട്ട് തെറി അല്ലാതെ ഇവര് പറയില്ല. അത് മുഹമ്മദ് പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നതാണല്ലോ അത്. ഈ മുഹമ്മദിന്റെ കൾച്ചർ, അതെ അതെ, മുഹമ്മദിന്റെ കൾച്ചർ. ഞാൻ അങ്ങനെ ഒരു മറ്റേ എന്താണ് വിരോധം നേരത്തെ ഞാൻ ആരോടും അങ്ങനെ പ്രസംഗിക്കുന്ന ആളല്ല. ആകെക്കൂടി നമ്മൾ പറഞ്ഞ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ട് ഞാൻ നിലപാടെടുക്കുന്നു. അതേപോലെ ഈ പറഞ്ഞ ഇസ്ലാമിലെ ഈ പറയുന്ന എന്താണ് ഈ സുന്നത്തിനെ കുറിച്ച് ഞാൻ എതിർത്തിട്ടുണ്ട്. കാരണം ഏറ്റവും ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് സുന്നത്ത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല, അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എതിർക്കുന്നല്ലാതെ മതത്തെ പൂർണ്ണമായിട്ടും നമ്മൾ ആർക്കും അവഹേളിക്കാനോ പിടിച്ചിട്ടൊന്നും പോയിട്ടില്ല. അപ്പോഴാണ് പക്ഷെ ഇത് ഞാൻ തുറന്നു പറഞ്ഞത് 10-20 വർഷമായിട്ട്. അപ്പൊ ഇതില് എല്ലാം തുറക്കാൻ കുറിച്ച ഒരു കാരണമാണ് ഞാനെന്നുള്ളതാണ് ഇപ്പോഴും അവരുടെ ഒരു. കാരണം ആരിഫ് ഹുസൈൻ ആണെങ്കിൽ ഇവരൊക്കെ വന്നിട്ട് 3-4 വർഷമാവുന്നുള്ളൂ. 15 വർഷം ജബ്ബാർ മാഷാണ് നേരത്തെ വന്നിട്ടുള്ളത് ആദ്യം. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര വന്നിട്ട് നമ്മള് പൊതു സമൂഹത്തില് ജനൻ ടി വിയിലൊക്കെ നിത്യം ചർച്ചയ്ക്ക് പോകുന്ന ആള് ഞാനായിരുന്നു. ഞാൻ മുസ്ലിം ആകുന്നവരെ, സോറി ഹിന്ദു ആകുന്നവരെ, ഹിന്ദു ആകുന്നവരെ. അപ്പൊ ഇന്നിപ്പോ ഇരുന്ന അതേ സീറ്റിൽ ഞാൻ ഇരുന്നാണ്. ഇപ്പൊ ഹിന്ദു ആയപ്പോ പിന്നെ എന്നെ അവർ വിളിക്കാറില്ല. അപ്പൊ അന്ന് ഈ പറയുന്ന ഇസ്ലാമിലെ ഈ ഇതിനെ കുറിച്ച് സംസാരിച്ച ഒരു വ്യക്തി ഞാനായിരുന്നു വർഷങ്ങളായിട്ട് ചാനലിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോടൊരു പ്രത്യേക വൈരാഗ്യം ഇവർക്കൊക്കെ. പിന്നെ താങ്കളെ പോലെ ഇല്ല, താങ്കൾ നസീറായിട്ടല്ല ഇപ്പോഴും ഇരിക്കുന്നത്, ഞാൻ രാമനായില്ലേ. അതെ, അതൊന്ന് പറയട്ടെ. ഇപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഈ അൻവർ എന്ന് പറയാൻ ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് നാണക്കേടുണ്ട് ആക്ച്വലി. പക്ഷെ എനിക്ക് പേര് മാറ്റാൻ പറ്റാത്തത് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഡബിങ് ആർട്ടിസ്റ്റ് അൻവർ പെരുമ്പാവൂർ, അതാണ് എന്റെ ഒരു സാധനം. അൻവർ പെരുമ്പാവൂർ എന്ന് പറഞ്ഞത് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ അതെന്റെ ജോലിയെ ബാധിക്കും. പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ച് മാറ്റേണ്ട കാര്യമില്ല. കാരണം നബിയുടെ വാപ്പാടെ പേര് അബ്ദുള്ള എന്നാണല്ലോ. അതൊരു അറബിക് ഒരു ലാംഗ്വേജ് ആണെന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി മാറ്റേണ്ടത്. ഇത് വേറൊരു പ്രശ്നമായിരുന്നു. ഞാൻ അശ്വതി എന്നുള്ള പേരിട്ടപ്പോ ഭയങ്കര ചോദ്യം വന്നു. അപ്പൊ ഞാൻ എനിക്ക് ചോദിച്ചു, മുഹമ്മദിന്റെ പേരെന്തായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുന്നേ? ഉമറിന്റെ പേരെന്തായിരുന്നു? ഖദീജയുടെ പേരെന്തായിരുന്നു? ആ ചോദ്യത്തിന് ഞാൻ ആൻസർ ഇല്ല. പക്ഷേ അവർക്ക് ഈ എന്റെ പേര് മാറ്റി വെക്കുള്ളൂ. എനിക്ക് എന്നെ ഇപ്പോഴും അലി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, അക്ബർ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം നാമം എത്രയായാലും ഒരു കുഴപ്പമില്ല, ആളെ തിരിച്ചറിയാന്നുള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് ഞാൻ മനഃപൂർവ്വം രാമചന്ദ്രൻ. അവരെ കൊന്നൊടുക്കിയ ആദ്യത്തെ ഇസ്ലാമിനെ വിട്ട ആദ്യ വ്യക്തിയാണ് കേരളത്തിലെ രാമചന്ദ്രൻ. അതിന് കൊന്നുകളഞ്ഞു, 47 കൊന്നുകളഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ എടുത്തോളാം ഞാൻ നിർബന്ധിച്ചത്. ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ തന്നെ. കാരണം മതത്തിൽ നിന്ന് പോയി എന്നുള്ളത് ആദ്യത്തെ മതം വിട്ട ആള് ഒരു പക്ഷേ രാമചന്ദ്രനായിരിക്കും. ഈ ശ്രീരാമൻ, ഒരു മിനിറ്റ്, ശ്രീരാമനും ഒക്കെ ഞാൻ വോയിസ് ഡബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അവിടുന്ന് ഒരു ഇതുണ്ട്. ഏഷ്യാനെറ്റിന്റെ കൈലാസനാഥന് മഹാഭാരതം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നപ്പോ 1000 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നല്ല, രണ്ടും. അതിനകത്ത് ഞാൻ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യും. അതിന്റെ ഡബിങ് കോർഡിനേറ്റർ ആയിട്ട് ചെന്നൈയിൽ ഞാൻ 4-5 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ എന്നെയാണ് അതിനവര് സെലക്ട് ചെയ്തത്, അൻവറിനെ സെലക്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ എനിക്കൊരു പാഠമായിരുന്നു. അതവിടുന്ന് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരു യുദ്ധമാണ്. ഞാനിതൊരു യുദ്ധമായിട്ടാണ്. അല്ല, അങ്ങനെ പറ്റുള്ളൂ. കാരണം ഇസ്ലാം വിടുക എന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെയാണ്. ശത്രു നമ്മൾ ഇസ്ലാം എപ്പോൾ വിടുന്നോ അതോടുകൂടി
മുസ്ലിങ്ങൾ മുഴുവൻ നമ്മുടെ ശത്രുക്കളായിട്ട്, ഇസ്ലാം മുഴുവൻ നമ്മുടെ ശത്രുക്കളായിട്ട് വരും. മുസ്ലിമീങ്ങളെ അല്ല ഞാൻ പറയുന്നത്, മുസ്ലിങ്ങള് ഭൂരിപക്ഷവും അയ്യോഭാവങ്ങളാ. കാരണം അവർ പറയുന്നേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പൊതു അതായത് ഇതിനകത്തുള്ള തീവ്ര നിലപാടുകളെ എതിർക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരെ തളച്ചിട്ടേക്കാണ്. അതിന്റെ മുകളിലിരിക്കണ കെമ്മന്മാരുണ്ടല്ലോ, അവരെ തളച്ചിട്ടേക്കാണ്, പലതും പറഞ്ഞ് പേടിപ്പിച്ചിട്ട്. അതെ, ഇത് ഭയപ്പെടുത്തി വലുതാവുന്ന ഒരു മതമാണ് ഇസ്ലാം. വാളിന്റെ മുനയിലാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതെ അതെ, തീർച്ചയായും. ഈ അവർ ചെയ്യുന്ന, അതായത് ഒരാളെ കഴുത്ത് വെട്ടിയാൽ പോരാ, 2 കൈയും വെട്ടി 2 കാലും വെട്ടി പീസായിട്ട് പ്രദർശിപ്പിക്കും. നിനക്ക് ഇതാണ് വരാൻ പോകും. ഇപ്പൊ 1921 ഉണ്ടായപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ക്രൂരമായിട്ട് മനുഷ്യരെ എങ്ങനെ കൊല്ലാൻ പറ്റും? വെള്ളത്തിന് മുക്കി. എന്നിട്ട് അത് എന്താണ് സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ പറഞ്ഞ നുണ പറഞ്ഞു വെച്ചേക്കുമല്ലോ. അത് അല്ല, അതിപ്പോ രസറിയോ, കഴിഞ്ഞ ആഴ്ചയില് രാമസിംഹൻ മതം മാറിയിട്ടില്ല, പുതുചരിത്രം വരിക. 47 കൊല്ലപ്പെട്ട രാമസിംഹൻ മതം മാറിയിട്ടില്ല. അദ്ദേഹത്തിന് ചെറിയ പിരിലൂസായിരുന്നു. ഈ രാമസിംഹൻ മതം മാറുന്ന ആര്യ സമാജത്തിന്റെ ആൾക്കാർ വന്നിട്ട് മതം മാറുന്നു, രജിസ്റ്റർ ആയിട്ട് മതം മാറുന്നു, അനുജൻ ബ്രാഹ്മണനാവുന്നു. കൃത്യമായിട്ട് രേഖകളാണ്. കേരളത്തില് ആര്യ സമാജം 2 സമയത്താണ് വന്നിട്ടുള്ളത്. ഒന്ന് 21 അന്ന് ഈ മുസ്ലിങ്ങൾ മാറ്റിയ ഹൈന്ദവരെ മുഴുവൻ തിരിച്ചു എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് അന്ന് ആര്യ സമാജമാണ് നോക്കിയത്. അതിനുശേഷം ഈ പറയുന്ന 47 ഈ രാമസിംഹനെ മതം മാറ്റാൻ വേണ്ടി ആര്യ സമാജം കോഴിക്കോട് വന്നു. അവരെല്ലാ വർഷവും രാമസിംഹന്റെ ചരമദിനം അവര് പ്രത്യേകം അത് ഫംഗ്ഷൻ ആക്കി വെക്കാറുണ്ട് ആര്യ സമാജം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ RSS കൂടി ഇല്ലായിരുന്നു, സ്ഥിതി എന്തായിരുന്നു? അതെ അതെ, തീർച്ചയായും. ഞാനിവിടെ ഒരു അത് പറയാൻ ഇപ്പൊ എന്തിനാ ഞാനിപ്പോ അത് ഒന്നും വിളിച്ചിട്ടുണ്ട്. ഞാനിവിടെ എന്റെ അശ്രമന്നൂർ പഞ്ചായത്തിലെ BJPയുടെ അതിന്റെ സമരത്തിന്റെ ഭാഗമാണോ അതൊക്കെ, BJPയുടെ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഒരു 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 കമ്മിറ്റിയിലെ ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ് ഞാനത് മനഃപൂർവ്വം തെരഞ്ഞെടുത്തതാ. ഇപ്പൊ സാറ് ചെയ്തതുപോലെ സാറ് പേര് മാറ്റിയെന്ന് പറഞ്ഞാൽ അത് വലിയ ചെറിയ സംഭവമൊന്നുമില്ല. പേര് മാറ്റാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമൊന്നുമല്ല അത് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ അത് ഫൈറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാരണം ഞാൻ വോട്ട് ചെയ്യലും രാഷ്ട്രീയമല്ല ഞാനീ പറയുന്നത്, അത് ഉദ്ദേശമല്ല. എന്തുകൊണ്ട് BJPയുടെ ഒരു ഇതിനകത്ത് ഇരുന്നുകൂടാ? മാത്രമല്ല വേറൊരു കാര്യം അറിയിച്ചുണ്ടോ, ഈ മോദി ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഇന്ത്യയുടെ കാര്യം എന്താവുമായിരുന്നു? അതെ, ഒരു PDP അല്ലെങ്കിൽ DPI പോലുള്ള ടീമാണ് 10 വർഷം ഭരിച്ചതെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഓടിപ്പോകുന്നത്, നമ്മളൊക്കെ എന്നെ ശവമായി പോയി കാണും. എന്നെ ആദ്യം കൊന്നിട്ടുണ്ടാവും, പിന്നെ സംശയിക്കണ്ട. ഇന്ന് ഭാരത് ഇപ്പൊ ഞാൻ പറയട്ടെ, ബംഗ്ലാദേശിലെ ഗുണ്ടകൾ വന്നിട്ട് പശ്ചിമ ബംഗാളില് ഹൈന്ദവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു എന്നുള്ള ഇന്ന് പുതിയ വാർത്ത. അതെ 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 അതെ, ബോർഡർ കടന്ന് വന്നിട്ട് കൊന്നിട്ട് അവരെ പോവുകയാണ്. അതിനുള്ള എല്ലാ സൗകര്യവും മമത ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അതൊക്കെയാണ് ഒന്നും നമുക്ക് ആകെ ഇതായി പോകുന്നത്. റിലേ കാണിക്കുന്നത് ഇവരെന്താ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് ഈ പുതിയ ബില്ലില്. കാരണം ഒരു മുസൽമാൻ വന്നിട്ട് പറയാണ് ഇത് ഞങ്ങൾക്ക് മറ്റേ ഇത് കിട്ടിയതാണ്, പള്ളിക്ക് എഴുതി കൊടുത്തതാണ്, കോമണ്ണായൊരു പള്ളിക്ക് എഴുതി കൊടുത്തതാണ്. അന്ന് എന്റെ വാപ്പന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലം വഖഫിന്റേതായി. ലോക്കാണ് അവിടെ ലോക്കാണ്. എന്നിട്ടാണ് അപ്പം ഈ മനുഷ്യർക്കൊരു നീതി വേണ്ട. അറ്റ്ലീസ്റ്റ് കോടതിയിൽ പോകാൻ പറ്റൂല, കാരണം അവസാന വാക്ക് വഖഫാണ്. ഇതെല്ലാം അറിയുന്ന സമൂഹത്തിനിടയ്ക്കാണ് ഈ വന്നിട്ട് നുണകൾ മാത്രം പ്രചരിപ്പിക്കുന്നത്. നുണകൾ മാത്രം. ഇപ്പൊ നുണ പറയാൻ നമ്മുടെ സമൂഹത്തെ പോലെ വേറെ ആരുമില്ല. ഇനി നമ്മുടെ സമൂഹം എന്ന് പറയരുത് സാറ്. എന്നോടിപ്പോ ഞാനിപ്പോ വീട്ടിലേക്ക് കയറുന്ന നമ്മുടെ സമൂഹം അല്ലത്. അല്ല ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടി നമ്മുടേതായിരുന്ന അത് ജന്മം കൊണ്ട് നമ്മൾ വന്ന ആ സമൂഹം. അതെ അതെ അതെ, എങ്ങനെ പറയുന്നത് അതേപോലത്തെ
അപ്പൊ നിങ്ങൾ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ അപ്പൊ വിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അവര് ഈ പറയുന്ന ഇസ്ലാമിക സമൂഹം ഈ പറയുന്ന നമ്മൾ പറയും പടച്ചവനെ പേടിക്കാൻ, സാധാരണ പറയുന്നു നുണ പറയുന്നത് പടച്ചവനെ പേടിക്കുന്നു. ഇത് ഇസ്ലാമിന് വേണ്ടി എന്ത് നുണയും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ആ മതത്തിന് വേണ്ടി എന്ത് നുണയും പറയാം. നുണ പറയുന്ന ബേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഈ മുഹമ്മദ് നുണ പറഞ്ഞാണ് ഈ സംഭവം കെട്ടിപ്പടുത്തുയർത്തിയത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെയാണ്. ആ നുണയുടെ മുകളിലാണ് അതായത് ഈ പറയുന്ന ഖുർആൻ ആയത്ത് ഇറങ്ങി എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ജിബ്രീൽ വന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നുണ, ആദ്യത്തെ നുണ, ഏറ്റവും വലിയ നുണ. എന്നിട്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ മടിയിൽ ഇരുന്നിട്ട് ഇതാ കാണുന്നുണ്ടോ, കാണുന്നില്ല, ഇതാ കാണുന്നുണ്ടോ, ഭൂമി അയച്ചിട്ടപ്പോ കാണുന്നില്ല, തൊടയില അത് പറഞ്ഞ തൊടയിൽ ഇരുത്തിയിട്ട് അതല്ലേ. അങ്ങനെയാണ് ജിബ്രീലാണ് എന്ന്. അത് ഒരു അവസ്ഥാനിച്ചോക്കി. അപ്പൊ ഇത് നമ്മള് ഇപ്പൊ ഞാനിങ്ങനെ ചിരിച്ചു മടുക്കും. ഇപ്പം നമ്മുടെ എക്സ് മുസ്ലിംസിനെ വിളിച്ചിട്ട് എത്ര പറഞ്ഞാലും ഇവര് മനസ്സിലാക്കുള്ളൂ. എന്ത് പറഞ്ഞാലും അത് അങ്ങനെയല്ല, അതിങ്ങനെയാ. നമുക്ക് അവര് ഹദീസ് എടുത്തിട്ട് പറഞ്ഞാൽ അത് കള്ളഹദീസാ പറയുമ്പോ ആ സമയത്ത് കള്ളഹദീസാണ്. എന്നിട്ട് ഇപ്പൊ പുതിയ സാധനം ഇന്നലെ നമ്മുടെ മുഹമ്മദ് വരും എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് വരുമെന്ന് ക്രിസ്തു അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വേദത്തിന്റെ കണക്ക് ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലിയാഖത്ത് അലി എടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടു ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്? അത് വെളിച്ചം ആണ് ഈശ്വരൻ എന്ന് ഭഗവത്ഗീതയിലുണ്ട്, ഞങ്ങളത് 100 എന്ന് ഞങ്ങളിലുണ്ട്. 100 ആണല്ലേ വെളിച്ചം. ഇതെന്താണെന്നറിയോ, സ്വന്തം സംഭവങ്ങൾ അങ്ങോട്ട് വില പോകുന്നില്ല, അപ്പൊ അടുത്തതിനെ കടമെടുക്കുകയാണ് പിന്നെയും. അത് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് തർക്കിക്കാൻ നിൽക്കുന്നത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും നിങ്ങള് പെരുമ്പാവൂർ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോ ധൈര്യം. അല്ല, ഞാൻ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് മാറി, ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ താമസിക്കുന്നത് കല്ലിൽ ഗുഹാക്ഷേത്രത്തിനടുത്താണ്. ഇവിടെ ഒരൊറ്റ കാക്കാമാരില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ചെറിയതായിട്ടൊന്ന് പേടിച്ചുട്ടോ ഞാൻ. എന്റെ സുഹൃത്തുക്കള് പറഞ്ഞു, അൻവറെ മറ്റേ മാഷിയുടെ കൈവെട്ടിയ ടീമില്ലേ, പൂവ്, അതിന്റെ 1-2 ആളുകള് ഇവിടെ മേദല കല്ലിലമ്പലത്തിന്റെ വണ്ടമറ്റം അല്ല, അത് കഴിഞ്ഞിട്ടില്ല, മേദല കഴിഞ്ഞിട്ടുള്ള സ്ഥലം. സജി അജ്മലെ സ്കൂള് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഏതാ? മേദല. അവിടെയാണ് ഇവിടെ 1-2 പേരുടെ ഈ മാഷിയുടെ കൈവെട്ടിയ ടീമിന്റെ വീട് അത്രേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെറുതായിട്ടാ പറഞ്ഞു, അവർക്ക് സ്ഥലം അവര് ഇവിടെ ചപ്പാത്തി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് പറയും. അതെ, ഞാൻ എന്തായാലും പിന്നെ എനിക്കിപ്പോ ഒരു കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്കിപ്പോ ഏറ്റവും വലിയ സമാധാനമുള്ള കാര്യം എന്നറിയോ, ഈ മതം വിട്ടതിൽ പിന്നെ ഞാനത് പഠിച്ച ആളാണ്. അപ്പോ ഈ മതം, ഈ പറഞ്ഞ ഇസ്ലാം മതം വിട്ട് അത് ശരിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ അത് വിട്ടതിൽ പിന്നെ എനിക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മനസമാധാനമുണ്ട്. വൈകുന്നേരം പോയി കിടന്ന് ഉറങ്ങിയാൽ ഉറങ്ങാൻ പറ്റും. അത്യാവശ്യം കൊള്ളില്ലാത്ത ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്റെ വായിൽ നിന്ന് ഞാനത് പ്രാക്ടീസ് ചെയ്ത് അതെടുത്ത്, കാരണം അത് എനിക്ക് കുഞ്ഞിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അത് പെരുമ്പാവൂരെന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പൊ അങ്ങനെ വൃത്തികെട്ട ഭാഷകൾ എന്റെ വായിൽ വരുമായിരുന്നു, ഞാനത് പ്രാക്ടീസ് ചെയ്ത് മാറ്റി. അപ്പൊ അങ്ങനെ എന്റെ ലൈഫിലും അതിൽ നിന്ന് മാറി, എന്റെ ലൈഫിലും എന്റെ കുടുംബത്തിലും എല്ലാം എനിക്ക് അതിന്റെ മാറ്റങ്ങൾ വളരെ നൂറ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് കാണാൻ എന്റെ കുടുംബത്തിൽ. മുഹമ്മദിന്റെ ശിഷ്യം വന്നിട്ട് കേട്ടോ, മുഹമ്മദിന്റെ ശിഷ്യം മറ്റേ ചാറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ അഷ്റഫ് കോളിയേക്കൽ മുഹമ്മദിന്റെ ഭാഷയാ പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാനത് നോക്കി. ഓക്കെ ഞാൻ കണ്ടു. പോടാ എന്ന് പറഞ്ഞിട്ട് അത് വേണ്ടി വന്നാൽ അങ്ങനെ വിളിക്കാം. മുഹമ്മദിന്റെ അതേ ഭാഷ പറയും. മുഹമ്മദ് എന്താണോ പറഞ്ഞത് അത് പിന്നെ നക്കിക്കൊള്ളാന്നൊക്കെ പറയും അവിടെ പോയിട്ട്. ഞാനിപ്പോ ഇന്നിപ്പോ ഞാൻ ഉസ്താദ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്.
ഇത് പറഞ്ഞിട്ടും അതിനകത്ത് പറയുന്ന വൃത്തികേടുകൾ ഞാനത് ഇന്നിപ്പോ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ സാറിന് അയക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഇതെല്ലാം കൂടെ എടുത്തിട്ട്. കാരണം ഈ ഉസ്താദുമാരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലോട്ടോ, അവര് വായിച്ചു പഠിച്ചേക്കണതല്ലേ, അല്ലേ? അതെ, പഠിച്ചതല്ലേ പാടാൻ പറ്റൂ. അല്ലെ, ഉള്ളിന്റെ ഉള്ളിലിന്റെ സത്യമൊക്കെ അറിയാം, പക്ഷെ പുറത്ത് പറയുമ്പം അതെ അതെ. കാരണം ഇത് പണ്ട് പറഞ്ഞില്ലേ, ഒരു ഉസ്താദ് ഒരു പെണ്ണിന്റെ അടുത്ത് പോയപ്പോ വയല് പറഞ്ഞു ആദ്യം, ഈ മോശമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നരകത്തിൽ വലിയ മുരുക്കുണ്ടാവും, ആ മുരുക്കിന്റെ മുകളിൽ കേക്ക് ഇങ്ങനെ വിടും എന്നൊക്കെ പറഞ്ഞിട്ട് അതേ പെണ്ണിന്റെ അടുത്ത് രാത്രി ചോറുന്ന പോയപ്പോ ഒന്ന് പെങ്കരിച്ചു. അപ്പൊ പെണ്ണ് ചോദിച്ചു, അല്ല മൊയ്യാരെ നിങ്ങളല്ലേ പറഞ്ഞു മുരുക്കുണ്ട്, മുരുക്കിന്റെ മുകളിൽ കേറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ മൊയ്യാര് പറഞ്ഞത് അത് കുറെ വടക്ക് പെണ്ണുങ്ങൾ പോയിട്ട് മുരുക്കിന്റെ മുകളിൽ കയറി 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 മുരുക്കിന്റെ മുകളിലൊക്കെ തെഞ്ഞു പോയി, ഇനി എനിക്ക് സുഖമായിട്ട് കയറാം. അതാണ് ഇവരുടെ, കാരണം അവരുടെ ആവശ്യം വരുമ്പോ ഈ പറഞ്ഞതൊക്കെ മാറ്റും. എന്നെ കൺഫ്യൂഷൻ, ഞാൻ ഈ ഖുർആൻ പഠിച്ചിട്ടൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ആക്കിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. പ്രേക്ഷകർക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, എനിക്ക് ലോജിക്ക് അതെനിക്ക് സിങ്ക് ആവാത്ത കാര്യങ്ങൾ. ഒന്ന്, എന്നെ പഠിപ്പിച്ചതാണ് കേട്ടോ. അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചു, എന്നിട്ട് സ്വർഗത്തിന് വാക്ക് കൊടുക്കുകയാണ്. എന്റെ സൃഷ്ടികളെ കൊണ്ട്, ഞാൻ സൃഷ്ടിച്ച സൃഷ്ടികളെ കൊണ്ട് നിന്റെ പള്ള ഞാൻ നിറയ്ക്കും. നരകത്തിനോട് പറയാണ് നിന്റെ പള്ള ഞാൻ നിറയ്ക്കുമെന്ന്. അന്നേരം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് എന്റെ കാര്യം. മനുഷ്യനെ സൃഷ്ടിച്ചില്ല, മലക്കുകൾ മാത്രമേ ഉള്ളൂ. മലക്കുകൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഇത് സൃഷ്ടിച്ചിട്ട് ഇത് പറയാണ്. ഒന്ന്, അപ്പൊ അത് പിന്നെ തെറ്റും ശരിയും അള്ളാഹുവിൽ നിന്നാകുന്നു, എന്നിൽ നിന്നാകുന്നു എന്ന് പറയുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നതിനെ ഞാൻ നേർവഴിക്ക് നടത്തും, അല്ലാത്തവനെ ഞാൻ വഴി പിഴപ്പിക്കും. അപ്പൊ ആരെ പ്രതി? ഗർഭത്തിൽ തന്നെ നിശ്ചയിക്കും. അതെ അതെ, ഇങ്ങനെ നിശ്ചയിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നിശ്ചയിച്ചു വിടും, എന്നിട്ട് പുള്ളി ഇത് ചെയ്യും. അപ്പൊ ആരെ പ്രതി ആക്ച്വലി? ഈ ഗോപ്പനല്ലാതെ വേറെ. അങ്ങനെ അതുപോലെ തന്നെ പിന്നെ സ്ത്രീ വിരുദ്ധത. അത് വേറെ കാര്യമുണ്ട്. ഇദ്ദേഹം സ്വർഗത്തിൽ എന്താ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഒരു കൾച്ചറിനെ കുറിച്ച് നമ്മൾ പറയുക. ഈ ദൈവം എന്ന് പറയുന്ന വ്യക്തി സ്വർഗത്തിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ തരും ഇഷ്ടം പോലെ, പൂശ കള്ള് തരും ഇഷ്ടം പോലെ. പെണ്ണും കള്ളും കൊടുക്കുന്ന, അതുമാണ് നെയ്ച്ചോറും ബിരിയാണി വെക്കുമ്പോൾ പണ്ടാരിപ്പണിയും ഈ ബാർ ബിസിനസ്സും പിന്നെ പെണ്ണ് ബിസിനസ്സും. നമ്മൾ ഇഹലോകത്തിൽ നമ്മൾ ഏറ്റവും മ്ലേച്ഛമായി കരുതുന്ന ഒരു കാര്യമാണത്, ഇല്ലേ? തീർച്ചയായും. പെണ്ണു കുട്ടി കൊടുക്കുന്നവനും കള്ളു വാങ്ങിച്ചു കൊടുക്കുന്നവനും ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നവനെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇഹലോകത്തിൽ പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കറപ്പണി ചെയ്യുന്നവനാ പറയാ. അതാണ് ദൈവത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് അന്തകാലത്തില്, അതായത് അറേബ്യയിൽ ആ സമയത്ത് അന്ന് അവിടെ അവർ എൻജോയ് ചെയ്തിരുന്ന സാധനങ്ങളാണ് പെണ്ണും മദ്യവും ഇതൊക്കെ. അത് തന്നെയാണ് മുഹമ്മദ് ഓഫർ കൊടുത്തത്. എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു സൂഫി. അപ്പൊ ഞാൻ സൂഫിയുടെ അടുത്ത് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ 5-10 ദിവസം കൂടെ ക്യാമ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ സൂഫി ഞാൻ ചെല്ലുമ്പോ, അന്ന് സിനിമാക്കാരനാണ്, കുറെ വർഷം മുമ്പാ. അപ്പൊ എനിക്ക് കള്ള് വേണമെന്നുള്ളതുകൊണ്ട് അന്ന് കള്ളൊക്കെ വാങ്ങിച്ച് സൂഫി കൊണ്ടുപോക്കും, ഇത് കേൾക്കാൻ വേണ്ടിട്ട്, എന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഈ തർക്കിക്കും. അന്ന് ഇതൊക്കെ അറിയാവുന്ന ആളെ ഞാൻ. അപ്പോ ഈ അവിടുത്തെ ഈ സൂഫിയുടെ ഒരു ഉസ്താദ് ഉണ്ട്, ഭയങ്കര പണ്ഡിതനാട്ടോ, എല്ലാം പഠിച്ച ആളാണ്. അപ്പൊ ഈ പണ്ഡിതനെ മുമ്പിൽ വെച്ച് ഈ സൂഫി ചോദിച്ചു എന്റെ അടുത്ത്, വലിയ കുറെ ഈ സ്വർഗത്തെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞ ഒരു വൃത്തികെട്ട സാധനം, ഞാൻ അങ്ങോട്ടില്ല, ഞാൻ നരകത്തിലേക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഈ ഉസ്താദ് പെട്ടെന്ന് വിഷമിച്ചു, എന്താ ഈ പറയുന്ന വെച്ചു. ഞാൻ പറഞ്ഞ അതെ. അപ്പൊ എന്താന്ന് വെച്ചു, അത് നരകത്തില് നെഹ്റു ഉണ്ട്, ഗാന്ധിജി ഉണ്ട്, മെർലിൻ മൺട്രോ ഉണ്ട്, സിൽക്ക് സ്മിതയുണ്ട്, പ്രേം നസീർ ഉണ്ട്, എല്ലാവരും നരകത്തിലുണ്ട്. അപ്പൊ പിന്നെ അവിടേക്ക് പോലും പിന്നെ സിനിമാക്കാർ മൊത്തം നരകത്തില്ല. നടത്താൻ പറ്റും. അപ്പൊ പിന്നെ എന്നിട്ട് ഞാൻ ഈ ഉസ്താദ് പറഞ്ഞു, ഈ സ്വർഗത്തിൽ നിങ്ങളെ പോലെ തലയും കെട്ട് വെട്ടി കുറെ ആൾക്കാരുണ്ടാവും, ഉസ്താദുമാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും, നടികളൊന്നുമില്ല. പിന്നെ 72 പെണ്ണുങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്.
വെറൈറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ നരകത്തില്. ഇദ്ദേഹം കൺഫ്യൂഷനായി ആകെ. ഈ ഉസ്താദ് കൺഫ്യൂഷനായി. അവസാനം ഉസ്താദ് ഈ മറ്റേ സൂഫിയോട് ചോദിച്ചു, അല്ല സൂഫി, ഇയാള് പറഞ്ഞത് കേട്ടില്ലേ, ഇതിനൊരു അർത്ഥം പറ, ഉത്തരം പറ. അതിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഉസ്താദെ, സ്വർഗത്തിൽ വ്യഭിചരിച്ച് 72 പെണ്ണുങ്ങളെ പൂശി എത്ര കൊല്ലം പൂശെന്ന് വെച്ചത്? ഒരുപാട് വർഷങ്ങളല്ലേ, അനന്തകോടി വർഷങ്ങള്. അനന്തകോടി വർഷം ഒരേ കള്ള്, അനന്തകോടി വർഷം പെണ്ണ്. ഈ അതുപോലെ അവിടുത്തെ ചെക്കന്മാരില്ലേ ഉസ്താദെ, അതുണ്ട്, ബാലന്മാരുണ്ട്. ഈ ബാലന്മാര് നിങ്ങളുടെ കളിയൊക്കെ കണ്ടിറക്കല്ലേ. ബാലൻ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ കളി നടക്കുന്നു, ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ കളി കളിക്കുന്നു. അവനാണ് കളിക്കാൻ പറ്റിയില്ല, ബാലനല്ലേ. അനന്തകോടി വർഷം ബാലനല്ലേ. ഞാൻ പറഞ്ഞു 5 വർഷമല്ല, ഞാൻ 15ാമത്തെ വർഷം ആ ബാലൻ പടച്ചനോട് ഈ എന്ത് കോപ്പ് പണി ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടെ ബാലന്മാരായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടേ ചോദിക്കും. സാമാന്യാണ് ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഈ പറയുന്ന പണ്ഡിതന് ആ കൺഫ്യൂഷനായി. അപ്പം ഈ സൂഫിയോട് സൂഫി പറഞ്ഞു, അത് പറഞ്ഞത് അലി അക്ബർ അല്ലേ, അയാളോട് ചോദിച്ചു. അപ്പൊ ഇയാൾ എത്തിയിട്ട് അവസാനം ചോദിച്ചു, പിന്നെ എന്താണ് ഇതിനർത്ഥം? ഞാൻ ചോദിച്ചു, ഉസ്താദെ, ഈശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പം ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു സങ്കല്പം, എല്ലാത്തിന്റെയും സോഴ്സ്, എന്നെ സംബന്ധിച്ചുള്ള സ്നേഹത്തിന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള രൂപം. ഞാൻ ഗീത വായിച്ച് പഠിച്ചിരുന്നപ്പോ ഞാൻ പറഞ്ഞു, ഗുണരഹിതമായിട്ടുള്ള ബ്രഹ്മം എന്നാ ഞങ്ങൾ പറയാ. ഏത് ഒരു വശത്തേക്കും ചായില്ല, വളരെ പക്ക ബാലൻസ് ഓഫ് മൈൻഡാണത് ഈശ്വര തത്വം. അതിനകത്തേക്ക് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ചൂടുണ്ടോ? ഇല്ല. വിശപ്പുണ്ടോ? ഇല്ല. കാമുണ്ടോ? ഇല്ല. പൂർണ്ണത്തിൽ പൂർണ്ണമായ ഒന്നിന്റെ അകത്തേക്ക് കയറിയാൽ പിന്നെ നമുക്ക് എയർ കണ്ടീഷൻ വേണോ? കാമുണ്ടോ? വേണ്ട. വിശപ്പുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. പൂർണ്ണത്തിൽ പൂർണ്ണമാവുമ്പോഴാണ് ഈശ്വരന്റെ ഉള്ളിൽ കയറുക നമ്മള്. ഇത് തത്വമാണ്. അതായത് നമ്മൾ മരിച്ച് നമ്മൾ എനർജിയിലേക്ക് പോവുകയാണ് വീണ്ടും. നമ്മൾ ഈ പറയുന്ന പ്രപഞ്ചം എവിടുന്ന് വന്നാൽ നമുക്കറിയില്ല. ആ എനർജിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. ഒന്നുമില്ലായ്മയാണോ വട്ടപൂജ്യം എന്നാ ഞാൻ കണ്ടെത്തിയ ബ്രഹ്മസങ്കല്പം പൂജ്യമാണ്. ആ പൂജ്യത്തിനകത്ത് കയറിയ പിന്നെ നമ്മൾ 1 ആവാനും ശ്രമിക്കില്ല, -1 ആവാനും ശ്രമിക്കില്ല. പൂജ്യം എന്ന് പറയുന്ന നമ്മളൊക്കെ അങ്ങനെ ആവണം എന്നാ പറഞ്ഞത്. എനിക്ക് ഈ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യാ, ഒഴിവാക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നാവിനെ ഞാൻ നിയന്ത്രിക്കാൻ പഠിച്ചു. ചെവിയെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുക. എല്ലാത്തും കേൾക്കണ്ട, വേണ്ടാത്തത് കാണണ്ട, വേണ്ടാത്തത് കേൾക്കണ്ട, വേണ്ടാത്തത് സംസാരിക്കും. നമ്മുടെ ബോധം കൊണ്ട് നമ്മൾ ഇതിനൊക്കെ ഈ പഞ്ചഭൂതങ്ങളെ ഹരിച്ച് കൃത്യമായിട്ട് ഒരു ശൈശവാവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുമ്പോഴാണ് നിഷ്കളങ്ക ഭാവം എന്ന് നമ്മൾ പറയുള്ളൂ ജീവിതത്തിൽ. തീർച്ചയായും. ആ നിഷ്കളങ്ക ഭാവത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഞാൻ പഠിക്കുന്ന ധർമ്മം. എല്ലാത്തിനും ഒഴിവായിട്ട് ശൂന്യമായ ഒരു അവസ്ഥയിലേക്ക്, അതാണ് ഈ ഹൈന്ദവ തത്വത്തിന്റെ ഈശ്വര തത്വം ആണത്. ഏത്? ഈശ്വരനാവുക സ്വയം. നമ്മൾ ഈശ്വരന്മാരാകുക. ഇതിനൊക്കെ ഹരിച്ച് 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 നമ്മൾ അവസാനം നമ്മൾ ഈ മുന്നിലോട് ഒരു പ്രതിപത്തി നമുക്ക് അങ്ങനെ വരുമല്ലോ. നമ്മൾ ഈ ജീവിതം ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എനിക്കൊക്കെ വരുന്ന അവസാനം ഇനിയിപ്പോ നമ്മളൊന്നും ചെയ്യാനില്ല, കുട്ടികളൊക്കെ വലുതായി, ഇനി എനിക്ക് കുറച്ച് നാട്ടുകാരെയൊക്കെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാം, പ്രത്യേകിച്ചൊന്നും വേണ്ട, സമ്പാദിച്ചിട്ട് കൊണ്ടുപോകാനില്ല എന്നൊരവസ്ഥ മനുഷ്യന് വരുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത്. നമ്മുടെയൊക്കെ ജീവിതം അങ്ങോട്ടാ. അവിടെ അതാണ് ഈ നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ, അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൻ വാട്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് മീൻസ് ആർ ലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും പൂർത്തിയാവില്ല. അത് അനവധിയാണ് ആഗ്രഹങ്ങൾ, പൂർത്തിയാക്കാനുള്ള മാർഗമോ കുറച്ചേ ഉള്ളൂ. ഭാരതം പറയുന്നത് അങ്ങനെയല്ല. നിന്റെ ആഗ്രഹങ്ങളെ നീ ഒന്ന് നിയന്ത്രിച്ചാൽ എല്ലാവർക്കും സമാധാനപ്പെടും. നമ്മളെ ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിച്ചാൽ നമുക്ക് കൂടുതൽ സമ്പാദിക്കണ്ട, നമ്മൾ ആരെയും ഉപദ്രവിക്കണ്ട എന്ന് തീരുമാനിച്ച സമാധാനമായില്ലേ? അത്രേ ഉള്ളൂ. ഈ ഇസ്ലാമിന് അങ്ങനെ വെച്ചാൽ പറയാ, ഞാൻ എന്റെ അള്ളാ, ബാക്കിയുള്ളവരെ മാറ്റേണ്ട ആരും ഞങ്ങൾക്കില്ല
എനിക്കിതൊന്നും ആരുടെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നം. അങ്ങനെയല്ല. അബ്ദുള്ള കുട്ടിക്ക് തൊട്ടടുത്തിരിക്കുന്ന രാമനെ അബ്ദുള്ള കുട്ടി ആക്കണം. അവന്റെ ഒച്ച അവന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി ഇടിച്ചു കേൾപ്പിക്കണം. എന്താ കഥ. എന്നിട്ട് നമ്മളെന്തെങ്കിലും ഉടക്കുണ്ടാകുമ്പോ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്ന് പറയുകയും ചെയ്യും. പിന്നെ പറയും അത് ഞങ്ങൾ വെട്ടിമാറ്റിയിട്ട് അതിന്റെ പകരം ഇടത്തും വലത്തോട്ടും വലത്തിന് ഇടത്തോട്ടും വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, കൃത്യമായിട്ടുള്ള പ്രൂഫും കൊണ്ട് വരുമ്പോ പറയുന്ന ഒരു സ്ഥിരം പറയുന്നതിന് മറുപടി ഉണ്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലാഹു അഅലം. നമ്മള് തെളിവ് ഇങ്ങനെ സംഭവം ഉണ്ട് പറയുമ്പോ പറയുന്നത് അള്ളാഹ്ക്ക് അറിയാവുള്ളൂ. അങ്ങനെ അത് രക്ഷപ്പെടാനുള്ള ഭയങ്കര സൂത്രപ്പണി. അത് ഇട്ടിട്ട് ഓടാന്ന് പറയാന്. ഞാൻ പറയാം ഇട്ടിട്ട് ഓടാന്ന് ഞാൻ പറയണ. അതിന് പറയുമ്പോ ഇട്ടിട്ട് ഓടരുതിട്ടോ ഞാൻ പറയും. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ ഇട്ടിട്ട് ഓടല്ലേട്ടോ എന്ന് ഞാൻ പറയുകയും ചെയ്യും. അങ്ങനെ സ്കൂട്ടിയെ പഠിച്ചവരവര് സ്കൂട്ടി നന്നായിട്ട് ചെയ്യും. പാട്ടുപാടിയില്ല, നേരത്തെ പാടാന്ന് പറഞ്ഞിട്ട് പാട് വിട്ടുപോയി. അതെ, ഞാൻ അതിന്റെ ഇത് എന്നാലും ജസ്റ്റ് ഒന്നോടെ ശ്രമിച്ചു നോക്കട്ടെ. റോഡിന്റെ അരികത്ത് മുസല്ല പിരിച്ചിട്ട് നിക്കരിക്കണ കൂട്ടരെ, അത് മറന്നു പോണു. മമ്മദിന്റെ വാക്ക് കേട്ട് നോമ്പെടുക്കണ കൂട്ടരെ. അങ്ങനെ വേനലാണ് വിചാരമില്ലേൽ, വേനലാണ് വിചാരമില്ലേൽ വയറു പ്രാകും ഓർക്കണേ. വയറ് പാകിയാൽ ലിവർ പ്രാകും കിഡ്നി പോകും ഓർക്കണേ. അങ്ങനെ എന്തിനാടർക്ക എരിയും വെയിലത്ത് നോമ്പെടുത്ത് നടക്കണ. കിറുക്ക് പിടിച്ച ഈ പണി നിർത്തി ഹെൽത്ത് നോക്കാൻ നോക്കടാ. അങ്ങനെ ഞാനത് റമദാനില് ഭയങ്കര ഇതായിട്ട് ചെയ്യാന്ന്. പക്ഷെ എനിക്ക് എന്റെ റൈറ്റ് ഇതൊന്നും കിട്ടിയില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഭാഗ്യം. ഇവിടെ തന്നെ ഡിങ്കാഹു അക്ബർ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതെ, ഞാനിപ്പോ അതിന് വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഞാൻ അമ്പലപ്പുഴയിലെ കഥ പറഞ്ഞില്ലേ, തുള്ളൽ. അപ്പൊ അവിടെ ഇരുന്നാണ് ഞാൻ കുറെ പ്രോഗ്രാംസ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അവിടുത്തെ ഒരു ഇതുണ്ട്, അമ്പലപ്പുഴ അമ്പലത്തിന്റെ ഈ ഒരു ആശ്രമമുണ്ട്. ആശ്രമമല്ലോ, എന്താ പറയാ, അവിടെ ഇരിക്കണ ഒരു സ്ഥലമുണ്ട്. ഞാൻ കുറെ നാളുകൾ അവിടെ താമസിച്ചത്. അപ്പൊ തുള്ളൽ പാട്ട് എനിക്ക് തലേ കയറുണ്ട്. തുള്ളൽ പാട്ട് വെച്ചിട്ട് ഞാൻ ഒരുപാട് മിമിക്രി പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ തുള്ളൽ പാട്ടിന്റെ ഒരു സാധനം കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. അത് വെച്ചിട്ട് ഒരു 4 വരി ചെയ്യാൻ, അതായത് ഉസ്താദുമാരുടെ പ്രസംഗം ഒന്നും കേൾക്കുന്നില്ല സാറേ, അതിന്റെ ആ ട്യൂൺ എന്ന് പറഞ്ഞ് ജസ്റ്റ് 2 വരി അതിന്റെ പറയാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് തുള്ളൽ പാട്ടില്ലേ, അതിന്റെ മറ്റേ ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊന്നും പണ്ടേ പോലെ വലിക്കുന്നില്ല. ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊന്നും വാകുകളുള്ളൂ, അങ്ങനെയല്ല, പണ്ടേ പോലെ വലിക്കുന്നില്ല. ആ സാധനം എഴുതി തുടങ്ങിയിട്ടുണ്ട്. മൊയ്ലിയ അങ്ങനെയല്ല, മൊയ്ലിയ അമ്മമാരുടെ വാകുത പ്രസംഗം, മൊയ്ലിയ അമ്മമാരുടെ വാകുതകളൊന്നും പണ്ടേ പോലെ വലിക്കുന്നില്ല. ഡിങ്കായണഹര 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 ഡിങ്കായണഹര. ഉസ്താദുമാരുടെ പ്രസംഗങ്ങളോട് വലിക്കണല്ലേ. ഇതില് ഏറ്റവും രസമറിയാലേ, ഇന്നത്തെ എക്സ് മുസ്ലിംസ് ഒന്നും വേണ്ട ഈ മതത്തെ നശിപ്പിക്കാൻ. മുസ്ലിംമാര് ധാരാളം. അതിന് അവര് തന്നെ പച്ചക്ക് അവര് തന്നെ പറഞ്ഞു എന്തിനാ. അയ്യോ, ഈ പറയുന്ന എം അക്ബറും ഇപ്പൊ ഈ 4 കൊല്ലം കുട്ടി വയറ്റിൽ കിടക്കെന്ന് പറഞ്ഞ ഉസ്താദിന്റെ പോരെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ. ഇതിപ്പോ എന്തിനു വേണ്ടിയാണ് പറയുന്നത്? മുഹമ്മദിന്റെ ജനനസമയം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറയുന്നത് ഒരു കുഞ്ഞ് ഗർഭിണിയുടെ വയറ്റിൽ 4 കൊല്ലം കിടക്കും. കാരണം മറ്റേ കഥ പുറത്തു വന്നു, ഈന്തപ്പനയുടെ കഥ പുറത്തു വന്നു. ഒറ്റപ്പന, എന്താ കുന്നിൻ ചെരുവിലെ ഒറ്റപ്പന, ഈ ചരിത്രം വന്നു. അപ്പം ഇദ്ദേഹത്തിന്റെ ബാപ്പ മരിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹം ഉണ്ടായത് എന്നുള്ള ചരിത്രം പുറത്തു വന്നപ്പോ അത് സ്ഥാപിക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ 4 കൊല്ലം വരെ കുട്ടിക്ക് ജീവിക്കാം എന്നുള്ള പുതിയ കഥ കൊണ്ടുവരികയാണ്.
എന്താ പറയാ? എന്താ അത് അല്ല, അതിനെ ന്യായീകരിക്കാനും അതിനെ വെള്ള പൂശാനും. കാരണം മുഹമ്മദിന്റെ ജന്മത്തെ കുറിച്ച് ചോദിച്ചാൽ പറയാലോ. പിന്നെ ഞാൻ ചോദിക്കുമ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഷമ്മിച്ചേട്ടനെ പരിചയമുണ്ടോ? ഷമ്മി തിലകനെ പരിചയമുണ്ടോ? ഉണ്ട്. നേരിട്ട് അറിയോ? ആ, ഞാനിപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ വോയിസ് വെച്ചിട്ടാണ്. കാരണം ഞാൻ പുള്ളിയുടെ ഒരു അതായത് എന്റെ അമ്മാവന്റെ കൂട്ടുകാരനായിരുന്നു പുള്ളി. അമ്മാവൻ മരിച്ചു. പുള്ളി ഭയങ്കര കൊടിമൂത്ത എക്സ് ആയിരുന്നു. പഴയ നക്സൽ സംഭവത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. എന്നിട്ട് മതമൊന്നും ഇല്ലാതെ ജീവിച്ചതാണ് റഷീദ് എന്ന് പറഞ്ഞ ആള്. മരിച്ചുപോയി. പുള്ളിയുടെ ഷമിച്ചേട്ടന്റെ സന്തത സഹചാരം കൂട്ടുകാരനായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്കൊരു ചാൻസ് കിട്ടി. പുള്ളിയുടെ ഒരു 4-5 പടത്തില് 4 പടത്തിനകത്ത് ചേട്ടായുടെ കൂടെ എനിക്ക് പോകാൻ പറ്റി. ആ കുറച്ച് നാൾ പോയപ്പോ കുറേ, കാരണം എന്റെ ഈ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാരും പറയും ഷമ്മിയുടെ വോയിസ് എന്നൊക്കെ എല്ലാരും പറഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പാരഡിയാണ് സിനിമകളുടെ ഞാൻ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പോർഷൻ അതിന്റെ ബാലൻസ് ഇനി തുടങ്ങുകയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ പോലുള്ള ജിഹാദികളുടെ പൊരുതി നിൽക്കാൻ പറ്റുമോ ആരിഫ് ഹുസൈന് എന്നുള്ള സാധനം കേട്ടല്ലോ സാർ? അത് കേട്ടല്ലോ? എന്നെ പോലുള്ള ജിഹാദികളുടെ പൊരുതി നിൽക്കാൻ പറ്റുമോ രാമസിംഹന്? എന്താ പറ്റുമോ? അടിമയെ പൂശാൻ പറ്റുമോ? ഉറങ്ങിക്കിടക്കുന്ന ഗോത്രത്തെ കൊള്ളയടിക്കാൻ പറ്റുമോ രാമസിംഹന്? എനിക്ക് ഒരു ദിവസം കാണാം. ഒരു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആരിഫിനും എന്താണോ ഇപ്പൊ എന്ത് ചെയ്യണമെങ്കിലും സാമ്പത്തിക ഒരു വലിയ ഘടകം തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മളൊരു ഒരു 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 ഫിലിം ചെയ്യാണെങ്കിലോ പണ്ടത്തെ പോലെയല്ല. എല്ലാത്തിനും പണം ഭയങ്കരമായിട്ട് ആർട്ടിസ്റ്റൊക്കെ ചോദിക്കുന്ന എമൗണ്ട് നോക്കുമ്പോ നമ്മൾ ഞെട്ടിപ്പോവും. എനിക്കൊരു ഭാഗ്യം കിട്ടിയ എന്താ അറിയോ, ഈ ശബ്ദം വെച്ചിട്ട് എനിക്ക് കുറേ ചെയ്യാൻ പറ്റും. എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട്. അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് നമ്മള് അങ്ങനെ ഈ മ്യൂസിക്കുള്ള ഒരു ഗുണം അതാണ്. അതെ 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 അതെ. ശബ്ദം നമുക്ക് ഇനി ഓഡിയോയിലും കളിക്കാൻ പറ്റും, വീഡിയോയിലും കളിക്കാൻ പറ്റും. അതെ, അകത്ത് പുറത്തും കളിക്കാൻ പറ്റും. കാരണം ഇവിടെ പിന്നെ കോഴിക്കോടിന്റെ പ്രത്യേകത, കോഴിക്കോട് സിനിമാക്കാരുടെ ഒരു സ്ഥലമല്ല കോഴിക്കോട്. എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ, പെരുമ്പാവൂരുകാരന്റെ. സ്റ്റുഡിയോ ഇപ്പൊ പിന്നെ സ്റ്റുഡിയോ ഇല്ലല്ലോ, ഒക്കെ വീട്ടിൽ നിന്നുള്ള പണിയല്ലേ കൂടുതലും. എല്ലാം വീട്ടിലിരുന്നിട്ടുള്ള പണികളാണ്. സ്റ്റുഡിയോ പോലെ വർക്കേഴ്സ് പറഞ്ഞാൽ അങ്ങനെ ടെക്നിക്കലായിട്ട് നോഹ ഉള്ള ആൾക്കാർ കോഴിക്കോട് കുറവാണ്. അതെ അതെ അതെ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ ജീവിക്കാനും പറ്റൂല, ഡബിങ് ഇല്ല. ഉണ്ടെങ്കിൽ ഈ ടെലിഫിലിംസാ വരിക കൂടുതലും, പിന്നെ പുറത്തിറങ്ങാത്ത സിനിമകൾ. എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ഞാൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് അത്യാവശ്യം ഗ്രേഡിങ് വരെ നമ്മൾ ചെറിയ സിനിമയ്ക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു. 2 വർഷമായിട്ട് ഞാൻ 3-4 വർഷമായിട്ട് ഞാൻ നിർത്തിയതാണ്. കാരണം ഈ വരുന്ന ഇത് പുറത്തിറങ്ങൂല നമുക്ക് ഉറപ്പാണ്, ഇറങ്ങിയാൽ ആരും കാണൂല എന്ന് ഉറപ്പാണ്. അങ്ങനത്തെ വർക്കുകളാണ് നമുക്ക് കൂടുതൽ വരുന്നത്. നമുക്ക് നമ്മുടെ സാമ്പത്തികം കിട്ടും, അത് വേറെ കാര്യം. എനിക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ഡബിങ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞാൻ ഒഴിവാക്കിയതാണ്. പിന്നെ കൂടുതൽ കമ്പ്യൂട്ടറിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. പക്ഷെ സ്വന്തം ഇരിക്കാൻ പറ്റില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഈ സാമ്പത്തികം വലിയ പ്രശ്നമാണ്. ഞാനിപ്പോ ഈ ചെയ്യുന്നത് പോലും, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ചെയ്തേക്കുന്നത് പോലും എന്റെ ഒരു പൊട്ട മൊബൈലിൽ ഇരുന്നിട്ടുള്ള കളിയാണ്. അതെനിക്ക് ഈ ടെക്നിക്കലി ഇതിനെക്കുറിച്ചുള്ള അത്യാവശ്യം ചെറിയ നോളജ് ഉള്ളതുകൊണ്ട്, കാരണം ഡബ് ചെയ്തും സിനിമയും സംഭവമായിട്ട് ഇതിനുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കത് മൊബൈലിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം ഇരുന്നിട്ട്. പക്ഷേ എനിക്കിവിടെ എല്ലാ സൗകര്യം ഉണ്ട്, മാക്കിന്റെ കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, ഓഡിയോ ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയറോ? ഞാൻ പ്രോ ടൂൾസ് ഉപയോഗിച്ചോണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ലൈൻ തന്നെ എല്ലാ ആളുകളും ചെയ്യാം. വീഡിയോയുടെ കൂടെ തന്നെ ടൈം ലൈനിൽ താഴെ ചെയ്ത് പോകാം. ഇപ്പൊ ഞാൻ അങ്ങനെ ലഭിക്കും, കാരണം അപ്പുറത്ത് പോയി ഇപ്പുറത്തേക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ പഴയതല്ല. അപ്പൊ നമുക്ക് നോയിസ് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പ്ലഗിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഒച്ചയില്ലെന്നേ. ക്രൗഡിന്റെ ഇടയിൽ എടുത്താൽ പോലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. AI വന്നതോടുകൂടി വല്ലാത്തൊരു മാറ്റാണ് സൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. അതെ 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 അതെ. പണ്ട് നമുക്ക് നോയിസ് വരുമോ, അയ്യോ ഭയങ്കര പേടിയായിരുന്നു. കട്ട് ചെയ്താലും ആ നോയിസ് കിടക്കും, നമുക്ക് കിട്ടും. ആ നോയിസ് നമ്മൾ കട്ട് ചെയ്ത നോയിസ് നമുക്ക് കിട്ടും. ഓഡിയൻസ് കിട്ടില്ലായിരിക്കും, പക്ഷെ ആ നോയിസ് നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഈ AI വന്നപ്പോ വല്ലാത്ത, അതായത്
ഒരുവിധപ്പെട്ട ബഹളത്തിന്റെ ഇടയിൽ നിന്ന് മുഴുവൻ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അതെ 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 അതെ. പ്രത്യേകിച്ചും ഈ ഇപ്പൊ നമുക്ക് ഞാൻ എന്റെ ചെറിയ വീഡിയോ പ്രോഗ്രാം ലൈവായി ചെയ്യുന്നത്, ഡബിംഗ് ഇല്ല, നല്ല കറക്റ്റായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഞങ്ങളുടെ എന്നെ പോലുള്ള ആളുകളുടെ പണി പണിയാണത്. പണി പോലെ കാര്യമാണ് അത്, നിങ്ങളെ പോലെ അല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ പറയുന്ന, ഞാൻ ഇത് പറയുന്നതല്ല, അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന അത് ഇതായിട്ട് പറയുന്നതല്ല, അത്ര പക്ക കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിടത്തോളം. അല്ല, അത് വേറെ കാര്യം. അത് ഞാൻ പറഞ്ഞത് മറ്റേ അത് ഓരോ സന്ദർഭം അനുസരിക്കും. ഇപ്പൊ ടൗൺഷിപ്പില് അതായത് വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും ശരി, അവര് ചില ഏരിയയിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഡബിങ് അവിടെ ഉണ്ടാവും, പക്ഷെ ചില ഏരിയയിൽ ലൈവ് വേണ്ടിടത്ത് മാത്രമേ. ഇപ്പൊ നമുക്ക് അതായത് ഇപ്പൊ ഒരു 10 മിനിറ്റ് പ്രോഗ്രാം കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിങ്ങിന് പോയാൽ സൂം കിട്ടില്ല. സൂം കിട്ടില്ലെന്നല്ല, നമുക്ക് ചെലവാണ്, ഇപ്പൊ നടക്കില്ല. അതെ അതെ. യൂട്യൂബിന് വേണ്ടി ഉണ്ടാക്കുന്ന യൂട്യൂബിന് എന്താ കിട്ടുക, 10,000-2,000 വരുമാനം കിട്ടുക, അല്ലെങ്കിൽ അതേപോലെ ഹിറ്റ് ആവണം. അതെ അതെ അതെ. അപ്പൊ അവിടെ ഡബിങ്ങിനൊന്നും എനിക്ക് പറ്റും. ഇപ്പൊ കാരണം ഡബിങ് പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി ഒരു കൺസോള് ഫ്രീ ആക്കി ഇടണം, മെനക്കിടണം. ഈ ആർട്ടിസ്റ്റിനെ വീണ്ടും വിളിച്ചു വരുമ്പോ അവന് ബാറ്റ കൊടുക്കണം, പിടിക്കണം, ഒക്കെ പ്രശ്നമാണ്. പിന്നെ ലൈവ് നല്ലൊരു മൈക്ക് ഉണ്ട് എന്റെ അടുത്ത്, ലൈവ്. പിന്നെ എന്റെ അടുത്ത് ഒരു പോർട്ടബിൾ ആയിട്ടുള്ള 8 റെക്കോർഡർ ഉണ്ട്. അപ്പൊ എനിക്ക് 2-3 ആൾക്കാർ അപ്പൊ തന്നെ എനിക്ക് ഇതിൽ സെപ്പറേറ്റ് ഡിജിറ്റൽ റെക്കോർഡ് വെക്കാം. അതാണ് ഈ പ്രശ്നം. ഞാനിപ്പോ ഒരു പടം ചെയ്തിട്ടുണ്ട്, സൈലന്റ് ആണത്, ഡയലോഗ്സ് ഇല്ല. ഞാൻ 1.5 ലക്ഷം രൂപ പടം ചെയ്തിട്ടുണ്ട്, പിന്നെ 1.5 മണിക്കൂറിന്റെ മേലെയുണ്ട്. ഞാൻ അങ്ങനത്തെ പരീക്ഷണം നടത്തുന്ന കൂട്ടത്തിലാണ്. ഏതായാലും നമ്മളെ ഇന്ന് അപ്രതീക്ഷിതമായി വന്ന് നമുക്കിനി ഒരു പ്രതീക്ഷിച്ചൊരു ഡ്രാമ നമുക്ക് ചെയ്യാം. അതിനിടയ്ക്ക് വിളിക്കാം. അതിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് കോഴിക്കോട് വരുന്ന എനിക്ക് വേറെ കുറച്ച് ആളുകളെ കാണാനും ഒക്കെ ഉണ്ട്. കുറെ കാലം അങ്ങോട്ട് വന്നിട്ട്. ധൈര്യമായിട്ട് വീട്ടിലോട്ട് വന്നോളൂ. അപ്പൊ അതിനിടയ്ക്ക് അങ്ങോട്ട് വരാം, വന്നിട്ട് നേരിട്ട് കാണാം, സംസാരിക്കാം. എപ്പോ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ നമുക്ക് കുറച്ച് ഡ്രാമ ഒക്കെ ചെയ്യാം. അത് പ്ലാൻ ചെയ്യാം. അല്ല, നേരിട്ടിരുന്ന് നമുക്ക് കണ്ടൊരു സംഭവമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈനിൽ സ്ക്രിപ്റ്റില് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് ഇതാരും ചെയ്യാത്ത പണിയാണ്, നമുക്ക് ചെയ്ത് നോക്കാം. അതെ. അപ്പൊ സാറിന് പണി അറിയാം, എനിക്കും ചെറുതായിട്ട് അറിയാം. അപ്പൊ ഇച്ചിരി കൂടെ പണി എളുപ്പമാവും.